ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. +1 വിദ്യാർത്ഥികളുടെ വളരെ നാളുകളായിട്ടുള്ള ഒരു ചോദ്യമാണ്, ഞങ്ങളെ എന്തുകൊണ്ട് ആരും പരിഗണിക്കുന്നില്ല, ഞങ്ങളുടെ റിസൾട്ട് അപ്ഡേറ്റ് എന്തുകൊണ്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ +1 വിദ്യാർത്ഥികൾ മുഴുവനായും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും എന്ന് വരും എന്നതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനി വരുന്ന വീഡിയോകൾ വഴിയും ഞങ്ങൾ എത്തിക്കുന്നതാണ്. സോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. SLCയുടെയും +2വിൻ്റെയും ഏകദേശ ഡേറ്റ് പ്രധാനമായിട്ടും +2വിൻ്റെ ഒരു ഉറച്ച ഡേറ്റ് തന്നെ വന്നിട്ടുണ്ട്, മെയ് 25. SLCയുടെ ആണെങ്കിൽ അതിന് മുമ്പ് തന്നെ മെയ് 3-ാം വാരം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴായിരിക്കും +1ൻ്റെ റിസൾട്ട് ഇത്തവണ വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങളുടെ അറിയാം, +1ൻ്റെത് പബ്ലിക് എക്സാം ആണ്. പക്ഷേ എല്ലാ മന്ത്രിമാർ മീൻസ് വിദ്യാഭ്യാസ മന്ത്രി SLC +2 പ്രഖ്യാപിക്കുന്ന പോലെ ഒരു പ്രഖ്യാപനം അല്ല +1ൻ്റേത്. അത് സാധാരണ ഒരു നോർമൽ ഇന്റർമീഡിയറ്റ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ വാല്യൂഷന്റെ ക്രമം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് +1 ഇംപ്രൂവ്മെന്റ് ആണ്. അതായത് നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയിരിക്കുന്ന +1 ഇംപ്രൂവ്മെന്റ്. അത് കഴിഞ്ഞിട്ടാണ് +2 പരീക്ഷയുടെ വാല്യൂഷൻ. ഈ പറയുന്ന ഇതെല്ലാം എന്ന് പറയുന്നത് മെയ് 2 വരെയാണ്. ഏപ്രിൽ 16-ാം തീയതി തുടങ്ങി മെയ് 2-ന് ഏകദേശം അവസാനിക്കും. അത് കഴിഞ്ഞിട്ടാണ് +1ൻ്റെ വാല്യൂഷൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു റിസൾട്ടിന്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ 3-ാം വാരം ആദ്യം SSLC വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇംപ്രൂവ്മെന്റ് എല്ലാ മാർക്കും കൂടി ചേർത്തിട്ട് അവസാനം +2 മെയ് 25-ന് വരുന്നു. നിങ്ങളുടേത് ജൂൺ ആദ്യ വാരങ്ങളിൽ വരാനുള്ള വലിയ സാധ്യതയുമുണ്ട്. കാരണം ഇത്തവണ, അതായത് കഴിഞ്ഞ 2 വർഷമായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, ജൂൺ ജൂലൈ ഒക്കെ ആയിട്ടാണ് സാധാരണ +1 റിസൾട്ട് പ്രഖ്യാപിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ആദ്യത്തെ മാസത്തിൽ ജൂണിൽ തന്നെ ആദ്യത്തെ 2 ആഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് വരുന്ന രീതിയിൽ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഒരുപക്ഷെ നേരത്തെ ആവാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മാർക്ക് കുറഞ്ഞാൽ പോലും ഇംപ്രൂവ് ചെയ്യാനും +2വിൽ നല്ല മാർക്ക് മേടിച്ചുകൊണ്ട് കമ്പൈൻഡ് മാർക്ക് +2ൻ്റെ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഇംപ്രൂവ് ചെയ്യാനും അവസരവും ഉണ്ട്. അതുകൊണ്ട് അതിലും പേടിക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ജൂൺ സ്കൂൾ തുറന്ന് ജൂണിലെ ആദ്യത്തെ 2 ആഴ്ചകൾക്കുള്ളിൽ ആദ്യ വാരങ്ങളിൽ തന്നെ വരാനുള്ള വലിയ സാധ്യതയുമുണ്ട്. അത് കഴിഞ്ഞ് ഇംപ്രൂവ്മെന്റ് പലരും ചോദിക്കുന്നത് ഇത്തവണ +2ൻ്റെ കൂടെ തന്നെ ആയിരിക്കും സാധാരണ. അതിന് തന്നെയാണ് സാധ്യത. കഴിഞ്ഞ വർഷത്തെ പോലെ യാതൊരുവിധ ചേഞ്ചും വന്നിട്ടില്ല. ഇനി ആ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ഷെഡ്യൂളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരാനുള്ള സാധ്യത നമ്മൾ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ഒക്കെ മാറുന്നു, സിലബസ് ഒക്കെ മാറുന്നു. അത് അടുത്ത അധ്യയന വർഷം മുതൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാം. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ ആശങ്കകളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക. ഞങ്ങൾ റിപ്ലൈ ചെയ്തായിരിക്കും.